എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡേ 2 ഓഫ് ഓസ്ട്രിയൻ ട്രിപ്പ് വീഡിയോ ആയിട്ടാണ്. ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഡേ 1 വിയന്ന ആയിരുന്നു. അപ്പോൾ നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. സാധാരണ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൽ കാണുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മളിന്ന് ഹോട്ടൽ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് പോകാൻ പോകുന്നത് സാൽസ്ബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. സാൽസ്ബർഗിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. ഓസ്ട്രിയയിലെ 4ാമത്തെ വലിയ സ്ഥലമാണ് സാൽസ്ബർഗ്. വളരെ മനോഹരമായിട്ടുള്ള ജർമ്മനിയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് സാൽസ്ബർഗ്. അതുപോലെ മൊസാട്ടിൻ്റെ ജന്മസ്ഥലം ആണ്. സൗണ്ട് ഓഫ് മ്യൂസിക് മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനും സാൽസ്ബർഗിലാണ്. അപ്പോൾ നമ്മൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ലഗേജൊക്കെ എടുത്തുകൊണ്ട് പോവാണ്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, റിസർവ് ചെയ്തു. വിത്ത് സീറ്റും ബുക്ക് ചെയ്യാം, വിത്തൗട്ട് സീറ്റും ബുക്ക് ചെയ്യാം. അപ്പോൾ OBB ട്രെയിനാണ് നമ്മൾ ഇന്ന് സാൽസ്ബർഗിലേക്ക് പോകാനായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. എയർപോർട്ട് പോലെ തോന്നിക്കുന്ന ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണിത്. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേയിൽ നമ്മുടെ ട്രെയിനിൻ്റെ ടൈമും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം നമ്പറും ഒക്കെ ഡിസ്പ്ലേ ചെയ്യും. ആപ്പിൽ കറക്റ്റായിട്ട് കാണിക്കും. എങ്കിലും നമ്മളവിടെ ഒന്ന് കൺഫേം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ നമ്മൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ട് ട്രെയിൻ വരുന്നത് വെയിറ്റ് ചെയ്തു. അപ്പോൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പം ടിക്കറ്റിൽ കറക്റ്റായിട്ട് പറയും എത്ര നമ്പർ കോച്ചിലാണ് നമ്മൾ കയറേണ്ടത്. അങ്ങനെ നമ്മളിപ്പം സീറ്റിലേക്ക് എല്ലാവരും ഒന്ന് സെറ്റിലായിട്ടുണ്ട്. ഇനി ഒരു 3 മണിക്കൂർ യാത്രയാണ് വിയന്നയിൽ നിന്നും സാൽസ്ബർഗിലേക്ക് ഉള്ളത്. ഇന്നലത്തെ വീഡിയോ കണ്ടാൽ അറിയാം, വിയന്നയിൽ നമ്മൾ വന്ന ദിവസം നല്ല ചൂടായിരുന്നു. ഇന്നും അത്യാവശ്യം നല്ല ചൂട് തന്നെയാണ്. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഒരു 11:30 ആ ഒരു സമയത്താണ്. 3 മണിക്കൂറാണ് യാത്രാ സമയം. അപ്പോൾ അതൊക്കെ വിയന്നയിൽ നിന്നും പോകുന്തോറും കാലാവസ്ഥയൊക്കെ കുറച്ച് മാറി വന്നു. കുറച്ച് തണുപ്പും അതുപോലെ കണ്ണിന് കുളിർമയുള്ള കുറച്ച് കാഴ്ചകളുമൊക്കെ പതിയെ പതിയെ കണ്ടു തുടങ്ങി. നമ്മൾ സ്വിറ്റ്സർലാൻഡിലൊക്കെ കാണുന്ന പോലത്തെ പുൽമേടുകളും മലകളും ഒക്കെ പതിയെ കണ്ടു തുടങ്ങി. അപ്പോൾ OBB ടിക്കറ്റ്സ് എന്ന് പറഞ്ഞ ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ടിക്കറ്റ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു ടിക്കറ്റ്. പതിയെ പതിയെ കാലാവസ്ഥ ഒരു മൂടിക്കിട്ടിയ കാലാവസ്ഥയിലേക്കും അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയിലേക്കും മാറി. പിന്നെ നോക്കത്താ ദൂരത്ത് ഉള്ള പുൽമേടുകളും നദികളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ നമ്മളൊരു 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ സാൽസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതും അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. അവിടെ വന്നപ്പോൾ അത്യാവശ്യം കുറച്ച് മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രാവലിന് പോകുമ്പോൾ എപ്പോഴും ഒരു റെയിൻ കോട്ടും കൂടെ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. കുടയൊക്കെ എടുത്തിട്ട് 4 പേരും ലഗേജൊക്കെ ആയിട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു റെയിൻ കോട്ട് കൂടെ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മളിപ്പോൾ ഇരിക്കുന്നത് റെൻ്റ് കാർ ഓഫീസിലാണ്. ഏവിസിൻ്റെ റെൻ്റ് കാർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ അടുത്ത് തന്നെ ഒരു മോളിൽ ടേക്ക് അവേ മേടിച്ചിട്ടുണ്ട്. റോളും കുട്ടികൾക്ക് നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസൊക്കെയാണ് വാങ്ങിച്ചത്. അടുത്ത് തന്നെയായിട്ട് കുറച്ച് മോൾസൊക്കെ ഉണ്ട്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഈ റെൻ്റ് കാറിൻ്റെ ഓഫീസ്. അത് നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു കാറ് കിട്ടുമ്പം പഴയ കാറ്, അധികം സൗകര്യങ്ങളില്ലാത്ത കാറ് ആയിരിക്കും എന്നാണ്. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കാറായിരുന്നു. നിസാൻ്റെ കാറായിരുന്നു കിട്ടിയത്. നല്ല കാറായിരുന്നു. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ കയറ്റിയിട്ട് ഇപ്പോൾ നമ്മളിനി താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. താമസിക്കുന്ന സ്ഥലം നമ്മൾ എയർബിഎൻബിയുടെ സ്ഥലമാണ് ബുക്ക് ചെയ്തത്. ഒരുപാട് തിരഞ്ഞിട്ടാണ് നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ചുള്ള ഒരു വീട് കിട്ടിയത്. അപ്പോൾ പുതിയൊരു കൺസ്ട്രക്ഷനായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ കാറിൽ കയറിയിട്ട് എയർബിഎൻബിയിലേക്ക് പോകാൻ പോവാണ്. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് ദൂരമാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ളത്. എപ്പോഴും നമ്മൾ കുറച്ച് ദിവസമൊക്കെ പുറത്ത് താമസിക്കുമ്പോൾ എയർബിഎൻബി ആണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇഷ്ടത്തിന് കുക്ക് ചെയ്ത് കഴിക്കാം. ഹോട്ടൽ റൂമാകുമ്പോൾ കുറച്ച് നമുക്ക് എപ്പോഴും പുറത്തുനിന്ന് കഴിക്കേണ്ട ആ ഒരു ഇതൊക്കെ വരും. അപ്പോൾ എയർബിഎൻബി എടുക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിളും ആണ്. അങ്ങനെ നമ്മളിപ്പം പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട്. ഞാൻ അത്യാവശ്യം വേണ്ടുന്ന അരി അതുപോലെ തന്നെ സ്പൈസസ് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീഡനിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള പച്ചക്കറികളും അതൊക്കെ നമുക്ക് ഇനി ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഇവിടെ കൂടുതലായിട്ടും ഞാൻ കണ്ടിട്ടുള്ള കടകൾ സ്പാർ പിന്നെ അങ്ങനെയുള്ള കടകളാണ്. ലിഡിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കടയിൽ നിന്നാണ് ഇപ്പോൾ സാധനം വാങ്ങിക്കാൻ പോകുന്നത്.
അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ ചിക്കനും ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സാലഡിന് വേണ്ടിയിട്ടുള്ള ലെറ്റസും അതുപോലെ ക്യാരറ്റ്, പിന്നെ തോരൻ വെക്കാനായിട്ട് ക്യാബേജാണ് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് സവാള, 2 വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പപ്പായ കണ്ടപ്പോൾ വാങ്ങിയതാണ്. പിന്നെ മുട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മുട്ടയുടെ മഞ്ഞ നല്ല ഓറഞ്ച് കളറിലാണ്, നല്ല ഫാറ്റുള്ള മുട്ടയായിരുന്നു. പിന്നെ നമ്മൾ കുക്കിംഗ് ഓയിൽ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, അപ്പോൾ അതും വാങ്ങിച്ചു. ബട്ടറിൻ്റെ ടേസ്റ്റുള്ള ഓയിലാണ് വാങ്ങിച്ചത്. പിന്നെ ചിക്കൻ ഇവിടെ നമ്മുടെ സ്വീഡനിൽ കിട്ടുന്ന പോലെ നോർമൽ ചിക്കനല്ല, കോൺ ചിക്കനാണ് കിട്ടിയത്. പിന്നെ പാലും നല്ല ഗ്ലാസ് ബോട്ടിലാണ് ഇവിടെ കിട്ടുന്നത്. നല്ല കൊഴുപ്പുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലാണ് സ്വീഡനെ അപേക്ഷിച്ച്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എയർബിഎൻബിയിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാം കൂടെ 73 യൂറോ ആണ് ആയത്. നമ്മൾ യാത്ര ചെയ്യുന്തോറും സ്ഥലത്തിൻ്റെ ഭംഗി കൂടി വന്നു. സാൽസ്ബർഗ് കഴിഞ്ഞിട്ടുണ്ട്. സാൽസ്ബർഗ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ വീടെടുത്തിട്ടുള്ളത്. ഹോഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. കുറച്ച് ഉയർന്ന പ്രദേശവുമാണ്. അതുപോലെ കുറച്ച് ഹെയർ പിൻ വളവ് പോലെ 2-3 വളവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താമസിക്കാൻ എടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ സാൽസ്ബർഗിൽ എവിടേക്ക് പോകാനായിട്ടും വളരെ ഈസി ആയിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് സ്ഥലം എടുത്തിട്ടുള്ളത്. എല്ലാം വളരെ വളരെ അടുത്താണ്. അങ്ങനെ നമ്മൾ എയർബിഎൻബി വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കാമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പുൽമേടുകളും തൊട്ട് ഓപ്പോസിറ്റായിട്ടൊരു മലയും ഒക്കെയുള്ള കാടും ഒക്കെയുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇത് വളരെ പുതിയതായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്ത ഒരു എയർബിഎൻബി ഹൗസാണ്. നമ്മൾ താമസിച്ച വീട്ടിൽ നമ്മളാണ് ആദ്യമായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു ഡോഗ് ഉണ്ടായിരുന്നു. ടീന എന്നാണ് അവളുടെ പേര്. വന്നപ്പോൾ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളോട് എല്ലാവരോടും മിങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മുത്തിന് കുറച്ച് പേടിയുണ്ടായിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പൊന്നിന് ഡോഗ്സിനെയൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഈച്ച, കൊതുക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ഹോസ്റ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നല്ല ഹെൽപ്ഫുള്ളാണ്. ഹസ്ബൻഡും പിന്നെ ഒരു മോനും ഉണ്ട്. പിന്നെ അവിടെ ഒരു അമ്മൂമ്മയുണ്ട്. പിന്നെ അവിടെ അടുത്തെല്ലാം അവരുടെ റിലേറ്റീവ്സാണ്. അവിടെയൊക്കെ നിറയെ പശുക്കളൊക്കെ അവർ വളർത്തുന്നുണ്ട്. പശു, കോഴി, ഒരു ഫാം പോലെയാണ്. അപ്പോൾ നമ്മൾ ചെന്ന ഉടനെ അവിടെ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്പറിൽ നമ്മൾ കോൾ ചെയ്തു. അപ്പോൾ തന്നെ അവർ വന്നിട്ട് നമുക്ക് കീയൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് വീടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ വീട്. മുഴുവനായിട്ടും വുഡൻ തീമിൽ ചെയ്തൊരു വീടാണ്. വളരെ കംഫർട്ടബിളും കോസി ആയിട്ടുള്ള നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വീടായിരുന്നു. അപ്പോൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കൊറിഡോർ, ഇവിടെ നമ്മൾ ഷൂ ഒക്കെ ഇടുന്ന സ്ഥലവും പിന്നെ ജാക്കറ്റ്സൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വുഡൻ പാനലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു ചെറിയ വിൻഡോ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നേക്ക് നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ്. പിന്നെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് കുട്ടികളുടെ റൂമാണ്. അപ്പോൾ കുട്ടികളുടെ റൂമിൽ വന്നിട്ട് ഒരു ബങ്ക് ബെഡ് ഉണ്ട്. മൊത്തത്തിൽ തടിയിലാണ് എല്ലാ ഫർണിച്ചറും ചെയ്തിരിക്കുന്നത്. പിന്നെ കിഡ്സ് റൂമിലൊരു TV, പിന്നെ താഴെ ഇരിക്കാനായിട്ടൊരു ചെറിയൊരു സോഫയും ഉണ്ടായിരുന്നു. പിന്നെ ഒരു വുഡൻ അലമാരയുണ്ട്. കുട്ടികൾക്ക് ബങ്ക് ബെഡ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് മതി. അവർ രണ്ടുപേരും ഒരുമിച്ച് മുകളിലത്തെ റാക്കിലാണ് അത്രയും ദിവസം കിടന്നത്. ഈ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ചെല്ലുന്നത് കിച്ചണിലേക്കാണ്. ചെറിയൊരു മോഡുലാർ കിച്ചണാണ്. എന്നാൽ ഇതിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഡിഷ് വാഷർ, ഫ്രിഡ്ജ്, ഓവൻ ഉണ്ട്. മൈക്രോവേവ് ഇല്ല. പക്ഷേ ഓവനിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം. എല്ലാം ബ്രാൻഡ് ന്യൂ ആണ്. ആരും ഇതുവരെ യൂസ് ചെയ്യാത്തൊരു കിച്ചണും വീടുമാണ്. പ്ലേറ്റ്സും കപ്സും അതുപോലെ തന്നെ കട്ട്ലറീസും പിന്നെ വാട്ടർ ഹീറ്ററും ടോസ്റ്റർ, മിൽക്ക് ഫ്രോത്തറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളൊരു
നല്ലൊരു കിച്ചണാണ്. അത്യാവശ്യം വേണ്ട സ്റ്റോറേജ് പാത്രങ്ങളും വെയിങ് സ്കെയിൽ വരെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരുന്നു പാത്രങ്ങളൊക്കെ. പിന്നെ വന്നിട്ട് ടോയ്ലറ്റ്. അപ്പോൾ ഇത് വന്നിട്ട് ഇതിലും ഒരു ചെറിയൊരു വിൻഡോ ഉണ്ട്. ആ ഒരു വിൻഡോയിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നതും വളരെ ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു മലയും പുൽമേടും ഒക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു ബാത്റൂമായിരുന്നു. പിന്നെ ഡൈനിങ് ഏരിയ, പിന്നെ സോഫ, അതുപോലെ TV, പിന്നെ ഹീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ബാൽക്കണിയാണ്. പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ ഒരു ബാൽക്കണി. എല്ലാ വീടുകളിലും ഇതുപോലൊരു ബാൽക്കണി കാണും. ഈ വുഡൻ ബാൽക്കണി ഓസ്ട്രിയൻ വീടുകളുടെ ഒരു പ്രത്യേകതയാണ്. അവിടെ നിറയെ പൂക്കൾ വെച്ചിട്ട് എല്ലാം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് വീടുകളും അതുപോലെ പുൽമേടുകളും ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഇവിടെയും വന്നിട്ട് വുഡൻ ഫർണിച്ചറാണ് മുഴുവനായിട്ടും. ഇവിടെയും വലിയൊരു ബാൽക്കണി ഉണ്ട്. പിന്നെ അത്യാവശ്യം വലിയൊരു വാർഡ്രോബും ഉണ്ട്, ഒത്തിരി സ്പേസുള്ളൊരു വാർഡ്രോബ്. പിന്നെ ഹാളിൽ നിന്നും അതുപോലെ ബെഡ്റൂമിൽ നിന്നും ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു ബാൽക്കണിയാണ്. ഇവിടെ ഇരുന്നാൽ സൺസെറ്റ് കാണാം, അപ്പുറത്തെ ബാൽക്കണിയിലിരുന്നാൽ സൺറൈസും കാണാം. സൺസെറ്റ് ആകുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു പ്രകാശം ആ മലയിൽ പതിച്ചിട്ട് നല്ലൊരു രസമാണ്. അങ്ങനെ നമ്മൾ വന്ന ഉടനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചു, ഫ്രൂട്ട്സും വെജിറ്റബിൾസും പാലും കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ നാളെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യണം. അതിന് മുൻപായിട്ട് നമ്മൾ വീട് പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഒരു വീടിൻ്റെ തൊട്ട് മുന്നിലായിട്ടൊരു പുൽത്തകിടിയും ഒരു മലയും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചപ്പം എല്ലാ ഒരു ഫാമിൻ്റെയും ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ഒരു ചാപ്പൽ പോലെ ഉണ്ട്. അപ്പം ഞാൻ നമ്മുടെ ഹോസ്റ്റിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എല്ലാ ഫാമിലും ഇങ്ങനെ ഉണ്ടാവും. അത് ആ ഒരു ഫാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു പള്ളി പോലെയാണ്. അങ്ങനെ നമ്മുടെ എയർബിഎൻബി വീടിന് അടുത്തായിട്ട് 2-3 വലിയ വീടുകളും കൂടിയുണ്ട്. വീടുകളോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് തൊഴുത്തും ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ കുറേ പശുക്കളും കാളകളും ഉണ്ട്, പിന്നെ കോഴികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയപ്പം ലെഫ്റ്റ് സൈഡിലൊരു പശു, അതുപോലെ തന്നെ ഒരു കാളയും ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഭയങ്കര സൈസുള്ളൊരു കാളയും പശുവായിരുന്നു. അപ്പോൾ നമ്മൾ അതുവഴി പോയ സമയത്ത് അത് രണ്ടും എഴുന്നേറ്റ് നമ്മുടെ അടുത്തേക്ക് വന്നു. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ലേറ്റായിട്ടാണ് സൺസെറ്റ്. അപ്പോൾ നാളെ നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സമയം ലാഭിക്കാം. കാരണം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഓർഡർ ചെയ്ത് കഴിച്ചൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു പകുതി സമയം അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ നമ്മൾ ഫുഡ് പാക്ക് ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ്. നമ്മൾ സ്വീഡനിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് മഞ്ഞപ്പൊടി, മുളക് പൊടി, സ്പൈസസ്. അതൊക്കെ നമ്മൾ ഈ ഒരു റാക്കിൽ അടുക്കി വെച്ചു. ഉപ്പ്, പിന്നെ ടീ ബാഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം സമയം രാത്രിയാകാറായി. ഞാൻ നാളത്തേക്കും അതിലെ കുട്ടികൾക്ക് അവർ നഗറ്റ്സ് മാത്രമാണ് കഴിച്ചത്. അപ്പം അവർക്ക് ചോറ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ചോറൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് ലെബനീസ് റൈസ് വെച്ചിട്ടാണ് ചോറുണ്ടാക്കുന്നത്. ലെബനീസ് റൈസ് എന്ന് വെച്ചാൽ സെല്ല ബസ്മതി റൈസിൻ്റെ ഒപ്പം തന്നെ വറുത്ത സേമിയയും കൂടി കാണും. അപ്പോൾ അത് വെച്ചിട്ട് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളൊരു ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു ചിക്കൻ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നും നാളെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് വാങ്ങിച്ചത്. അപ്പം എണ്ണയിലേക്ക് കുറച്ച് സവാള, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കാൻ ഇവിടെ സാധനമൊന്നും ഇല്ലായിരുന്നു. അപ്പം പൊടിയായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. പച്ചമുളകും ഇല്ലായിരുന്നു. അങ്ങനെ ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് പൊടികൾ ചേർത്ത് കൊടുത്തു. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. ഇപ്പം ചിക്കൻ്റെ തൈസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കത് സെപ്പറേറ്റ് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പിന്നെ ചിക്കൻ വാങ്ങിക്കുമ്പം അതിൻ്റെ കരളും അതുപോലെ ഹൃദയവും ഒക്കെ ഒരു പാക്കറ്റിലാക്കി ചിക്കൻ്റെ വയറിനുള്ളിൽ കാണും. സ്വീഡനിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, അതില്ലാതെയാണ് കിട്ടുന്നത്. അങ്ങനെ തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റിയിട്ട് ചിക്കൻ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ക്യാബേജും 2 ക്യാരറ്റും കൂടെ തോരൻ വെക്കാനായിട്ട് അരിഞ്ഞു. പിന്നെ കുട്ടികളുടെ ഇതിൽ കുറച്ച് മസാല ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കിങ്ങനെ കൊടുക്കുന്നത് ഇഷ്ടമാണ്. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏട്ടനാണെങ്കിൽ സാലഡിന് വേണ്ടിയുള്ള ക്യാരറ്റ്സ് അടിയാണ്. അപ്പോൾ ആദ്യം അവർക്ക് ആ ഒരു ക്യാരറ്റും കൊടുക്കും. അപ്പോഴത്തേക്ക് പിന്നെ ചോറും ബാക്കിയുള്ള കാര്യങ്ങളും കൊടുക്കും. ക്യാബേജ് അരിഞ്ഞതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും തേങ്ങ ചിരകിയത്, അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്
പിന്നെ ആ ഒരു ചിക്കൻ വറുത്ത ഓയിലിൽ തന്നെ ഈ തോരനും വെച്ചു. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഇത് അടച്ച് വെച്ച് വേവിച്ചു. ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഡിഷ് വാഷറിൽ കയറ്റി. പിന്നെ നമ്മൾ ചോറും പൊന്നു കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയൊക്കെ കൂട്ടും, അതുപോലെ ചിക്കനും തോരനും ഒക്കെ ആയിട്ട് അവർക്ക് കൊടുത്തു. ആ ഒരു സമയം കൊണ്ട് ഏട്ടനും മക്കളും കൂടെ താഴെ പോയിട്ട് നമ്മുടെ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അത് വിരിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ഇനി നാളെ മുതൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങുകയാണ്. സാൽസ്ബർഗിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തേടിയിട്ടുള്ള യാത്രയാണ്. കണ്ടാൽ നോക്കി നിന്ന് പോകുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് ഓരോന്നും. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അടുത്ത ദിവസത്തെ വ്ളോഗ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്